ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു മാഗിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിരി പിരി മാഗി. നല്ല എരിവും പുളിയും എല്ലാം കൂടെ കൂടിയിട്ടുള്ളൊരു മാഗിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. പിന്നെ ചീസ് സ്ലൈസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ചീസും ഇതും എല്ലാം കൂടെ ആയിട്ട് വരുമ്പം സംഭവം സൂപ്പറാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോണതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിരി പിരി മാഗി ആയതുകൊണ്ട് നമുക്കതിലേക്ക് കുറച്ച് എരിവുള്ളൊരു സോസ് പോലെ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിൻ്റെ ജാർക്ക് ഉള്ളി ഇട്ട് കൊടുത്തതിന് ഒരു വലിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കൊരു തക്കാളി മുറിച്ചിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കാം. പിന്നെ ഉള്ളി ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എടുക്കുക കേട്ടോ. അതിനുശേഷം മല്ലിയിലയും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 വറ്റൽമുളക് ഇട്ടിന്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ 3 മതിയാവും. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒരു പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. തക്കാളി ഉള്ളിയൊക്കെ നല്ലോണം അരയണം, നല്ല ഫൈൻ പേസ്റ്റായിട്ട് കിട്ടണം. വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളീൻ്റെ വെള്ളം ഉണ്ടാവും, എന്നാലും ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽക്കായിട്ട് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒലിവ് ഓയിലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യുക. ഇനി നമ്മൾ അരച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇതിൽക്കായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് അത് കുക്ക് ചെയ്തെടുക്കണം. ആ വെളുത്തുള്ളിൻ്റെ ഒക്കെ പച്ചമണം ഒന്ന് പോയിട്ട് കിട്ടണം. അത്രയും നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. 2-3 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ നല്ല പോലെ കുക്കായിട്ട് കിട്ടും. അങ്ങനെ ആ മസാല കുക്കായി ഒന്നിങ്ങനെ കുറുകി വരാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്കൊരു കുഞ്ഞ് ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. കപ്പ് മെഷർമെൻറ്റ് പറയുകയാണെങ്കിൽ 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. പിന്നെ 2 മാഗിയാണ് ഇട്ട് കൊടുക്കണേ. അത് രണ്ടും ഇങ്ങനെ ചെറിയ പീസായിട്ടൊന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മാഗിൻ്റെ കൂടെ വരുന്ന ടേസ്റ്റ് മേക്കർ ഉണ്ടല്ലോ, അതും ഇട്ട് കൊടുക്കാം. 2 പാക്കറ്റിൻ്റെ കൂടെ വരുന്നതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ടേസ്റ്റ് മേക്കർ ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷം ഈ മാഗി സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് മസാലൻ്റെ കൂടെ നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ കിടന്നിട്ട് മാഗി ഒന്ന് വെന്ത് വരണം. എനിക്ക് അധികം വേവാത്തതാണ് ഇഷ്ടം. വെന്തലിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പകുതി വേവിലാണ് ഇതെടുക്കാറുള്ളത്. അങ്ങനെ എൻ്റെ പാകത്തിന് വേവായി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ കൂട്ടിയിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. ടൊമാറ്റോ കെച്ചപ്പ് ഏറ്റവും ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ പുളി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കുക, കാരണം നമ്മൾ തക്കാളി ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ പുളി തന്നെ ഉണ്ടാവും. ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമുക്കൊരു ചീസിൻ്റെ സ്ലൈസ് ഇതിൻ്റെ മേലേക്കായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് കവർ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ചീസൊക്കെ നല്ലോണം മെൽറ്റായിട്ട് വരും. പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഞാനിങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാക്കി കൊടുത്തേന്. എന്നിട്ടൊരു മല്ലിയിലയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാഗി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എരിവും പുളിയൊക്കെ ഇഷ്ടമാവുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ ചീസിൻ്റെ ടേസ്റ്റും കൂടെ ആകുമ്പോൾ പറയണ്ട, അടിപൊളിയാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്